എൻ്റെ ചേച്ചിക്ക് കുറച്ച് വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറ്റും? ബസ് കാത്തിയല്ലോ നിൽക്കാൻ. ഒരു ഹെൽപ്പാണ്, ഒന്ന് പ്ലീസ് ഒന്ന് ചെയ്യില്ല. ഒരു ഹെൽപ്പ് ചെയ്യുമോ എനിക്ക്? പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ല, പേടിക്കണ്ട. ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കി ഒന്നും ചെയ്യാനല്ല. ഓക്കെ, ദൂരെ നിൽക്കുന്നവള് എൻ്റെ കൂടെ ആ ഒരു കട വരെ ഒന്ന് വരുമോ? കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അറിയോ, കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാം. എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരുമോ? ഒരു 10 മിനിറ്റ്. കണ്ടിട്ടുണ്ടാവുമല്ലോ എന്നെ. ഒരു 10 മിനിറ്റ് ഒന്ന് വരുമോ? ബസ് വരുമോ? ഒന്നും പേടിക്കണ്ട, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ചേച്ചി, അനിയത്തിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്ത് തരണം. കറക്റ്റ് അളവാണ്. അപ്പം ഒന്ന് വന്നാൽ എൻ്റെ കൂടെ കുറച്ച് ഡ്രസ്സൊക്കെ വെച്ച് നോക്കിയിട്ട് എൻ്റെ കൂടെ കുറച്ച് ഡ്രസ്സുകളൊന്ന് സെലക്ട് ചെയ്ത് തരണം. ഇപ്പോഴത്തെ വുമൻസ് വരുമോ? ഉറപ്പായിട്ടും വരും. എങ്ങനെ വരും എൻ്റെ കൂടെ വിശ്വസിച്ച്? വരാം. ഞാനൊരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂടെ വരാൻ എങ്ങനെ തയ്യാറായി? എല്ലാവരും എന്നെ കണ്ടപ്പോൾ പേടിച്ച് ആരും വരുന്നില്ലായിരുന്നു. എങ്ങനെ വരാൻ തോന്നിയത്? ഒരു സഹോദരനായിട്ട് കണ്ട്. ഓക്കെ, ഞാൻ ആക്ച്വലി കൊല്ലംകാരനാണ്. ഞാൻ കൊല്ലത്തുനിന്ന് വരാം. അപ്പോൾ കൊല്ലത്തുനിന്ന് വന്നപ്പോൾ എനിക്ക് അവളെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് അളവായിട്ടുള്ള ഒരാളെ വേണം. അപ്പോൾ കറക്റ്റ് അളവാണ് ഹൈറ്റിലൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സൊന്നും ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് തരണം. അതേട്ടാ, നമുക്ക് നോക്കാം, ഡ്രസ്സ് നോക്കാം. അപ്പോൾ ആ ഡ്രസ്സ് എടുക്കാം, ചുരിദാറുകൾ ഈ അളവിന് പറ്റിയ. പുള്ളിക്കാരിയുടെ അളവ്, കറക്റ്റ് അളവ് ഏതായാലും മതി. കുറച്ച് കൂടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. കുറച്ച് പ്രീമിയം ടൈപ്പ് നല്ല അടിപൊളിയായിട്ടുള്ള നോക്കി എടുത്ത് തരണം. സെലക്ഷൻ നോക്കി തരണം എനിക്ക് കേട്ടോ. ഏതായിരിക്കുന്ന നിങ്ങളെ കളറിന് മാച്ച് ചെയ്യുന്ന ടൈപ്പ് നോക്കി എടുത്ത് തന്നാൽ മതി. അളവ് എങ്ങനെയാണ് വരുന്നത്? എക്സൽ ആണല്ലേ? കറക്റ്റ് അളവായിരിക്കും എക്സൽ. എല്ലാം കുറച്ചുകൂടി ട്രെൻഡായിട്ടൊന്നും. ആ സെലക്ഷൻ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടണം. അത് കാണാത്ത ഐറ്റംസ് എനിക്ക് എടുത്തു തരണം. ഓക്കെ, എവിടെ സ്ഥലം? എവിടെ? കരിപ്പൂരില്ലേ? വല്ല തിരക്കുണ്ടായിരുന്നോ? ജോലിയും കഴിഞ്ഞ് വരെയാണോ? അയ്യോ, ഞാൻ ബുദ്ധിമുട്ടിച്ചോ? ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, ഹാപ്പി അല്ലേ? ഓക്കെ. അല്ല, സെയിം ഹൈറ്റ് ആണ്. സെയിം ഹൈറ്റ്, സെയിം അളവാണ്. എക്സലാണ് എടുക്കുന്നത്. ഇത് കൊള്ളാവോ? ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് റേറ്റ് ഒന്നും നോക്കണ്ട, കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഓ, അപ്പം മേറ്റി കയറ്റി അടിച്ചൂടെ? മടക്കി ഒറ്റ ലൈൻ അടിച്ച് ഇങ്ങനെ മടക്കി അടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അടിക്കാൻ പറ്റും, ഇങ്ങനെ അടിക്കാൻ പറ്റും. ഡിസ്കൗണ്ട് വരും. എടുക്കും ഓണത്തിന്. സെറ്റ് സാരിയാണ് എടുക്കുന്നത്. സെറ്റ് സാരി നോക്കാം നമുക്ക്. സാരി കൊടുത്താൽ മതിയോ? ഹാപ്പി ആവൂ പുള്ളിക്കാരി? അല്ല, ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവണം. ഇപ്പം ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് ഹാപ്പി ആവണം. അപ്പോൾ ആ ചുരിദാറും സെറ്റ് സാരിയും കൊടുത്ത പുള്ളിക്കാരി ഓണമായിട്ട് ഹാപ്പി ആവും. ഉറപ്പാണോ? ഓക്കെ. ഓണം ഡ്രസ്സ് എടുത്തു വന്നിട്ട് സമയമുണ്ടല്ലേ അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുന്നത്? ക്ലീനിങ് വർക്കാണല്ലേ? ഓക്കെ. ഏത് കസവ് വരുന്ന ഇഷ്ടം? ഏത് ടൈപ്പ് ഇതാ വരുന്ന ഇഷ്ടം? ഏത് കളറായിരിക്കും? പുള്ളിക്കാരി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണം. ഞാൻ പറയും, ഇങ്ങനെ ചേച്ചിയാണ് എടുത്തു തന്ന ഒരാളെ അതേ അളവിന് സൈസിന് കിട്ടി. പുള്ളിക്കാരി കൊണ്ടുവന്നപ്പോൾ ചുരിദാർ എടുത്ത് തന്ന്, പിന്നെ ഇതെടുത്ത് തന്നെന്ന് പറയണം. ഓക്കെ. ഇതെങ്ങനെയുണ്ട്? റെഡ്, ഈ മെറൂൺ വരുന്ന ടൈപ്പ് കസവ് സൂപ്പറായിരിക്കും. ഇത് ഓണായിട്ട് എടുത്ത്. ഇത് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? അതപ്പം ഇത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതും പാക്ക് ചെയ്യും. താങ്ക് യു സോ മച്ച് എൻ്റെ കൂടെ വന്നതിന്. പിടിക്ക്, ഇത് വേണം, ഇത് പിടിക്ക്. ബാ, ഒരുപാട് സന്തോഷം എൻ്റെ കൂടെ വന്നതിൽ. കുറേ പേരെ ഞാൻ വിളിച്ചു. എൻ്റെ ചേച്ചിയുടെ അളവുള്ള കുറേ പേരെയൊക്കെ കണ്ടുപിടിച്ച് വിളിച്ചിട്ട് ആരും വന്നില്ല ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഓണമായിട്ട് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കൂടെ വിശ്വസിച്ച് വന്നേ. അത് സഹോദരനെ പോലെ കണ്ട് വിശ്വസിച്ച് വന്നതിന് ഒരുപാട് നന്ദി. എന്നാൽ പിന്നെ ഞാൻ കൊണ്ടുവിടണോ ഇനി? അവിടെ വെക്കോളൂ? ആണോ? ശരി. വന്ന ഒരു മിനിറ്റ് ഒന്ന് വാ. ഇനി വാ, ഇതൂടെ കൊണ്ടുവയ്ക്കും. ഹാപ്പിയാണോ ഓണം? അപ്പം മച്ചാൻ്റെ മകൻ ഹാപ്പി ഓണം. ഇന്നൊരാളെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, ഓണമായിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. ഇതൊരു വിഷായിരുന്നു. ആ വിഷ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കൈയടിച്ച് എല്ലാവരും. അപ്പോൾ നമ്മുടെ വുമൻസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അടിച്ചിരിക്കുകയാണ്. ഒരു സഹോദരനെന്ന് വിശ്വസിച്ച് എൻ്റെ കൂടെ വന്നതിന് മച്ചാൻ്റെ ഗിഫ്റ്റും. അതുപോലെ ഞാൻ ഒരു യൂട്യൂബറാണ്, മച്ചാൻ ഗാലറി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. വിശ്വസിച്ച് അഞ്ചു എൻ്റെ കൂടെ വന്നതിന്, അഞ്ചു എൻ്റെ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ കൂടെ വന്നതിനും ഈ ഒരു എന്താ പറയുക ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്തും എന്നെ വിശ്വസിച്ച് വന്നതിന് ഒരുപാട് സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതെൻ്റെ ഓണക്കോടിയാണ്. ഹാപ്പിയാണല്ലോ. അപ്പോൾ ഓട്ടോ വിളിച്ച് വീട്ടിൽ പോവാം. ഓട്ടോ കയറ്റി വിടട്ടെ?
പൊക്കോളോ? ഓക്കെ, അപ്പം താങ്ക് യു, ബൈ. രേഷ്മ, നിന്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ടാസ്ക് സക്സസ്.